കുറച്ച് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫ് കറിയോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാസ്ത ഉണ്ടാക്കാം. കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പും ഇത്തിരി ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് പാസ്തയാണോ ഉള്ളത് അത് ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് ഊറ്റി മാറ്റി വെക്കാം. അതിൻ്റെ മേലേക്ക് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴികെയുള്ള ഏത് ഓയിലാണെങ്കിലും നമുക്കൊന്ന് ഡ്രിസിൽ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നിനോടൊന്നും ഒട്ടാണ്ടിരിക്കും. പിന്നെ ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള നോൺ വെജ് കറി, ഞാനിവിടെ ചിക്കൻ കറിയാണ് എടുത്തത്, നിങ്ങളുടെ കയ്യിൽ ഏത് കറിയാണോ ഉള്ളത് അത് ചേർക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം എന്തെങ്കിലും വേണമെങ്കിൽ എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ആ പാസ്തയിൽ അതിൻ്റെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ പിടിക്കും. നല്ല അടിപൊളി രുചിയുള്ള പാസ്ത റെഡിയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ മട്ടണോ ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ കാണാം.